ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഭാഗ്യലക്ഷ്മിയെ ഉപദേശിക്കുകയാണ് അച്ഛൻ പറയുകയാണ്, വിജയൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ, നീ കുറച്ചുകൂടി ചിന്തിച്ചു വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മൾ ഒന്നോ രണ്ടോ ആളുകൾ വിചാരിച്ചാൽ ഈ സമൂഹത്തെ നന്നാക്കി എടുക്കാനൊന്നും പറ്റില്ല. അത് കേട്ട് വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ്, അതെന്താ ഭാഗ്യത്തിന്റെ അച്ഛൻ അങ്ങനെ പറയുന്നത്? ശരിയെന്ന് തോന്നുന്നത് ഇതുവരെ എന്റെ മരുമകൾ ചെയ്തിട്ടുള്ളൂ. അവൾ ആകെ ചെയ്ത തെറ്റ് എന്റെ മകനെ കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. എന്റെ മകനാണെങ്കിലും അങ്ങനെ ഒരു ബന്ധം കൂടിയതോടുകൂടി ഭാഗ്യത്തിന്റെ ജീവിതം കണ്ണീരിലായി. ഇത് കേട്ട് കരഞ്ഞ് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ആ അവസ്ഥ എന്റെ മോൾക്കും ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. കല്യാണം കഴിയുന്നത് വരെ ഉള്ളിൽ തീയായിരിക്കും, എന്തും സംഭവിക്കാം എന്നൊക്കെ പറയുകയാണ് ഭാഗ്യലക്ഷ്മി. പിന്നീട് ദീപയുടെ കൈ പിടിച്ച് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്റെ മോള് ദൈവാധീനം കൂടുതലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ദൈവം മോളെ കൈവിടില്ല. ആഗ്രഹിച്ച പുരുഷന് തന്നെ മോൾക്ക് വരനായി ലഭിക്കും. കല്യാണത്തിന് അധികം ആരെയും വിളിച്ചിട്ടില്ലല്ലോ. നമ്മൾ നന്നായി സ്നേഹിക്കുന്നവരെ മാത്രം ക്ഷണിച്ചാൽ മതി എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ അച്ഛൻ. ആരെങ്കിലും കാലക്കേടിന് വിജയൻ പറഞ്ഞതുപോലെ അയാളുടെ അമ്മയുടെ അടുക്കൽ കാര്യങ്ങളൊക്കെ എത്തിച്ചാൽ കല്യാണം മുടങ്ങിയെന്ന് വരും എന്ന് പറയുകയാണ് ഭാഗ്യലക്ഷ്മിയുടെ അച്ഛൻ. ഇത് കേട്ട് സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മിയും ദീപയും. ഈ സമയത്ത് ഇതുപോലെയുള്ള സംസാരങ്ങളൊന്നും വേണ്ടാന്നും ദീപമോള് ഭയം കൂടാതെ കതിർ മണ്ഡപത്തിലേക്ക് കയറിയിരിക്കണമെന്നും ഇനി അതാണ് വേണ്ടതെന്നും പറയുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ. ഇത് നടന്നില്ലെങ്കിൽ മോൾക്ക് ഇനിയൊരു വിവാഹം ഉണ്ടാകില്ല അച്ഛ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഭാഗ്യലക്ഷ്മി. ശേഷം കാണിക്കുന്നത് കാർത്തിയുടെ വീടാണ്. അവിടെ കാർത്തിയും അമ്മയും അച്ഛനും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. കാർത്തി പറയുകയാണ്, നാളെയാണ് ആ ചടങ്ങ്. ഭാഗ്യലക്ഷ്മിയുടെ മകള് താലി കാത്തു നിൽക്കുന്ന ആ ദിവസം. നാളെ കല്യാണം മുടങ്ങിയ ശേഷം കഴുത്തിലവള് കയറിട്ട് മുറുക്കണം. ആ കൊച്ചൊരു പാവമാണെന്ന് വക്കീല് പറഞ്ഞല്ലോ, അതിനെ ദ്രോഹിച്ചത് പോരെയെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. നീ ഉണ്ടാക്കിയ കറി നിന്റെ കണ്ണിൽ തന്നെ വീഴാതെ മര്യാദയ്ക്ക് കഴിച്ചിട്ട് എഴുന്നേൽക്ക് പോകാൻ നോക്കടിയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് സദാനന്ദൻ. ആർത്തി പറയുകയാണ്, അമ്മയോട് മര്യാദയ്ക്കൊരു കാര്യം പറയുകയാണ്. നമ്മളിവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും വക്കീലിനോട് വിളിച്ചു പറയാൻ നിൽക്കരുത്. അത് കേട്ട് സദാനന്ദൻ ചോദിക്കുകയാണ്, അതിനൊക്കെയുള്ള ധൈര്യം അവൾക്കുണ്ടോ? ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. നല്ല കാലം വരുമ്പോൾ നമ്മൾ ദൈവത്തിനെ മറന്നു നടന്നാൽ അതിന്റെ ഫലം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്ന് പറയുകയാണ് ചന്ദ്രമതി. ഈ ജന്മത്തിൽ ഞാനൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ. നിന്നെപ്പോലൊരു മഹാഭാവിയെ കല്യാണം കഴിച്ചു എന്നുള്ളതാണെന്ന് സദാനന്ദൻ പറയുമ്പോൾ ചന്ദ്രമതി ചോദിക്കുകയാണ്, കല്യാണത്തിന് ശേഷം സതേട്ടന് ഉയർച്ച മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ, താഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നുകൂടെ എന്ന് ചോദിക്കുകയാണ് കാർത്തി. കണ്ണിൽ കറി വീണാലേ അവൾക്ക് ശരിയാകുമെന്ന് സദാനന്ദൻ പറയുമ്പോൾ ദേഷ്യപ്പെട്ട് ഭക്ഷണമെടുത്ത് ചന്ദ്രമതി പറയുകയാണ്, ഞാൻ അപ്പുറത്തെങ്ങാനും പോയിരുന്ന് കഴിച്ചോളാം, അതേ ശരിയാവുകയുള്ളൂ. സദാനന്ദൻ പറയുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നാളെ അമ്പലത്തിൽ വെച്ച് താലികെട്ട്, പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബാക്കി എല്ലാ ചടങ്ങും. അതിനു മുമ്പ് ഞാൻ പറഞ്ഞതൊക്കെ നടന്നിരിക്കണമെന്ന് സദാനന്ദൻ പറയുമ്പോൾ കാർത്തി പറയുകയാണ്, ഞാൻ ചിലതൊക്കെ ആലോചിച്ചു വച്ചിട്ടുണ്ട്. നിന്റെ താക്കീത് അവഗണിച്ചതിന് എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടണം. പിന്നെ അവനെ പോയി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് സദാനന്ദൻ. കാർത്തി പറയുകയാണ്, ഇന്ന് രാവിലെ നമ്മുടെ ഷിബുവിനെ ഹോസ്പിറ്റലിലേക്ക് അയച്ചായിരുന്നു. അതേ കിടപ്പ് തന്നെ. ചിലപ്പോൾ കുറച്ചുനാളങ്ങനെ കിടക്കും. അങ്ങനെ കിടക്കരുത്. നാളത്തെ കർമ്മങ്ങൾ നടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കെട്ടൊന്നടങ്ങുമ്പോൾ അവനും ആവിയായി പോണം. നമ്മുടെ ഗോഡൌണിലേക്ക് അവനെ കൊണ്ടുവരണം. അവിടെ ഇട്ട് കൊത്തി അരിഞ്ഞിട്ട് അവനെ കത്തിച്ചു കളയണം. എനിക്കും കൺമുന്നിൽ കാണണം അവന്റെ മരണം. എന്നെയും നിന്നെയും തല്ലിയതിന്റെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് വേണം അവന്റെ അന്ത്യയാത്ര. എല്ലാം അച്ഛൻ തീരുമാനിച്ചാൽ മതി. ശരീരമാസകലം തളർന്നു കിടക്കുന്നത് കൊണ്ട് കുറച്ചു കാലം അവരിങ്ങനെ കിടക്കട്ടെ എന്നേ ഞാൻ കരുതിയുള്ളൂ. മോനെ, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത ആളാണെന്ന് നിനക്കറിയാമല്ലോ. ചിലപ്പോൾ അവനീ പറയുന്ന കുഴപ്പങ്ങളൊന്നും കാണില്ല. അയാളിനെ തെറ്റിദ്ധാരണ പരത്തിയതാണെങ്കിലോ എന്നൊക്കെ സംശയിക്കുകയാണ് സദാനന്ദൻ. ഏയ്, അങ്ങനെ ആയിരിക്കില്ല അച്ഛ. അവന്റെ വലം കൈ ഒരുത്തനുണ്ടല്ലോ, അട്ടബിനു. അവന്റെ കരച്ചിൽ കണ്ടാൽ അറിയാം അവൻ അടപടലം വീണൂന്ന്. ഇനി കാത്തു നിൽക്കുന്നില്ല. അച്ഛൻ പറഞ്ഞതുപോലെ നാളത്തെ കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം അവനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ആക്കുമ്പോൾ നേരെ നമ്മുടെ ഗോഡൌണിലേക്ക് കൊണ്ടുവരാം. പിന്നെ ചുട്ടുകളയോ തല്ലിക്കൊല്ലുകയോ എന്താന്ന് വെച്ചാൽ അച്ഛനായിക്കോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ ജഗന്റെ മുറിയാണ്. അന്നേരം കോളിംഗ് ബെൽ ശബ്ദം കേട്ട് അവനായിരിക്കുമോ അണ്ണാന്ന് ചോദിക്കുകയാണ് ബിനു. വീണ്ടും ബെൽ ശബ്ദം കേൾക്കുമ്പോൾ നീ പോയി തുറക്കെന്ന് പറയുകയാണ് ജഗൻ. അന്നേരം ദിയയെ കണ്ട് ചേച്ചിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് ബിനു. ദിയയെ കണ്ട് സന്തോഷിക്കുകയാണ് ജഗൻ. ബിനു ചോദിക്കുകയാണ്, ഈ അവസ്ഥയിൽ കിടക്കുന്ന അണ്ണനെ കാണാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തേ ഇങ്ങോട്ട് പോകുന്നത്? ദിയയെ കണ്ട് വളരെ സന്തോഷിച്ച് എഴുന്നേൽത്തിരിക്കുകയാണ് ജഗൻ. ബിനു പറയുകയാണ്, എന്നാൽ പിന്നെ നിങ്ങൾ എന്തേലും സംസാരിച്ചിരിക്കുക, ഞാൻ പുറത്തേക്കിരിക്കാം.
ജഗന്റെ അടുത്ത് കസേരയിൽ ഇരുന്ന ശേഷം ദിയ പറയുകയാണ്, ചേട്ടനെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജഗൻ ചോദിക്കുകയാണ്, അതെന്താ കരുതാത്തത്? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നതാണല്ലോ, പേരെടുത്തൊരു ഗുണ്ടയ്ക്ക് ശത്രുക്കൾ ഒരുപാടാണെന്ന്. അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് മാത്രമല്ല, ചിലപ്പോൾ വഴിയരികിൽ കൊത്തിയെരിഞ്ഞു കിടക്കുന്നതും കാണേണ്ടി വരും. അതെന്നെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് സങ്കടത്തോടു കൂടി പറയുകയാണ് ദിയ. ഈ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ കാണാൻ ദിയ ഇങ്ങോട്ട് വരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ ദിയയ്ക്കും. ദിയ പറയുകയാണ്, കാണണ്ടാന്ന് കരുതിയതാണ്, പക്ഷെ നാളെയാണ് ചേച്ചിയുടെ കല്യാണം. അതുകൊണ്ടാണ് ഞാൻ വന്നത് ചേട്ടനെ ഒന്ന് കാണാൻ. കല്യാണത്തിന് മുമ്പ് എന്നെ വന്ന് കാണുകയല്ല വേണ്ടത്, ആ കല്യാണം മംഗളമായി നടത്താനുള്ള അവസരമൊരുക്കുകയാണ് വേണ്ടത്. എല്ലാവരും സൂക്ഷിക്കണം. ഞാനിങ്ങനെ കിടപ്പിലായതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ആ കാർത്തി, അവൻ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ കല്യാണം മുടക്കാനായിട്ട് ശ്രമിക്കും. ദേഷ്യസ്വരത്തിൽ ദിയ പറയുകയാണ്, അവൻ അതിന് ശ്രമിച്ചാൽ കുപ്പിയോ ഗ്ലാസോ പൊട്ടിച്ച് അവന്റെ പള്ളയ്ക്ക് ഞാൻ കയറ്റും. അതൊന്നും അത്ര എളുപ്പമല്ല ദിയെ. രാജാവ് വീണു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ എളുപ്പം തോൽക്കും. എതിരാളികളെല്ലാം കീഴടക്കും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഞാൻ ആരോഗ്യത്തോടെ പുറത്തുണ്ടായിരുന്നെങ്കിൽ സദാനന്ദനോ കാർത്തിയോ നിങ്ങളെ ഒന്നും ചെയ്യില്ലായിരുന്നു. ചേട്ടനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ദിയ. ജഗൻ പറയുകയാണ്, എഴുന്നേറ്റൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ ഒരു ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് ജഗൻ. അവന്റെ വാചക കസർത്ത് മാത്രമേ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുള്ളൂ. ബിനു ഒക്കെ പരിധി വിട്ടു നിൽക്കുകയാണ്. അവനെ ഞാൻ ഒരു വിധത്തിൽ പിടിച്ചു നിർത്തിയിട്ടിരിക്കുകയാണ്. അവന്റെ ദേഹത്ത് ഒരു പോറൽ വീണാൽ അവൻ സഹിക്കും. പക്ഷെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കൂട്ടുകാർക്ക് അത് താങ്ങാൻ പറ്റില്ല ദിയ. എനിക്കും ഇപ്പോൾ അങ്ങനെയാണ്. അന്നത്തെ ദിവസത്തെ പറ്റി ബിനു പറഞ്ഞായിരുന്നോന്ന് ചോദിക്കുകയാണ് ദിയ. പറഞ്ഞായിരുന്നു. എനിക്ക് വേണ്ടി കാത്തുനിന്ന സമയത്താണ് എനിക്ക് അപകടം ഉണ്ടായതെന്നൊക്കെ. എന്തിനാ ഇത്രയും നാൾ അകന്നു നിന്നതെന്ന് ചോദിക്കുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, അതിനുള്ള കാരണം ബിനു പറഞ്ഞില്ലേ? അതൊക്കെ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ അനുസരിച്ചിട്ടുള്ളത് എന്റെ അമ്മയാണ്. അമ്മയെ വേദനിപ്പിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ എന്നാൽ ഇവിടെ മാത്രം എനിക്കതിന് കഴിയുന്നില്ല. ശരിയുടെ ഭാഗത്ത് നിൽക്കണമെന്നാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അമ്മ വിലക്കിയാലും ചേട്ടനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇത് കേട്ട് ജഗൻ പറയുകയാണ്, എന്നെ ഇപ്പോൾ ദിയ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എനിക്ക് അർഹതയില്ല. ആയുസ്സില്ലാത്ത ജന്മമാണ് എന്റേത്. അവിടെ പിന്നെ ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ അവർക്കിങ്ങനെ ദുഃഖിക്കേണ്ടി വരും. ഇതുവരെ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ കരയാൻ കുറച്ച് കൂട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ദിയെ പോലൊരു പെൺകുട്ടി എന്നെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നത്. ഏതായാലും നാളെ ചേച്ചിയുടെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ജയലാലിന്റെ അമ്മ കുറച്ച് കുഴപ്പക്കാരിയാണെങ്കിലും നല്ലൊരു പയ്യനെയാണ് ചേച്ചിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെ ദിയയുടെ ചേച്ചി അനുഭവിച്ച എല്ലാ വേദനകൾക്കും ഇതൊരു പരിഹാരമായിരിക്കും. അങ്ങനെ തന്നെയാ വിശ്വാസമെന്ന് ചിരിച്ച് ദിയ പറയുമ്പോൾ ജഗൻ പറയുകയാണ്, എന്നാ പിന്നെ പൊയ്ക്കോ, ഇവിടെ കൂടുതൽ സമയം നിൽക്കണ്ട. എനിക്ക് നല്ല ചികിത്സയൊക്കെ തന്ന് ജീവൻ രക്ഷിച്ച് ഡോക്ടറും എന്നോട് പറഞ്ഞു ദിയയുമായിട്ട് കൂടുതൽ അടുപ്പമൊന്നും കാണിക്കണ്ടെന്ന്. അത് വേറൊന്നും കൊണ്ടല്ല, അദ്ദേഹം നല്ല മനുഷ്യനാണ്. ദിയയുടെ അമ്മയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്കൊക്കെ ഒരു പേരുദോഷമുണ്ടാകുന്നതിൽ അദ്ദേഹത്തിന് നല്ല വേദനയുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അമ്മ എന്നെ തല്ലിക്കൊന്നാലും എന്നെ സഹായിച്ചവരെ ഞാൻ മറക്കില്ല ചേട്ടാന്ന് പറയുകയാണ് ദിയ. ഇന്ന് ചേട്ടനെ വിധി വന്നിട്ടുണ്ടെങ്കിൽ അതുപോലും ഞാൻ കാരണമാണ്. ഇന്നെങ്ങനെയാ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നത്? ഒരിക്കലും അതെന്നെ കൊണ്ട് സാധിക്കില്ല. ഇതൊക്കെ കേട്ട് സന്തോഷിച്ച് ജഗൻ പറയുകയാണ്, ശരി ശരി, അതിനി ഞാൻ തർക്കിക്കുന്നില്ല. നാളത്തെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാർത്തി ഏത് വഴിയിൽ കൂടിയാണ് ശല്യം ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കില്ല. താലികെട്ട് കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും പോകുന്നത് വരെ സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. കല്യാണം കഴിഞ്ഞ ശേഷം കുറെ നേരം ഞാനിവിടെ വന്ന് അരികിലിരിക്കാം. പോട്ടെ എന്ന് പറഞ്ഞു പോവുകയാണ് ദിയ. പോകാൻ നേരം തിരിഞ്ഞു നിന്ന് ദിയ ചോദിക്കുകയാണ്, ഇനിയും കാർത്തി വരാതിരിക്കില്ലല്ലോ? അവൻ അറിയാതെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് മാറിയാലോ? തിരിച്ച് ജഗൻ പറയുകയാണ്, നമ്മൾ ഭയന്നിട്ട് എങ്ങോട്ട് മാറിയാലും എതിരാളി പിറകെ വരും. അതിലും നല്ലത് ഇവിടെ തന്നെ കിടക്കുന്നതാണ്. ഇടയ്ക്ക് അവൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പോൾ എന്റെ നില കൂടുതൽ പരിതാപകരമാണെന്നാണ് ഡോക്ടർ അവനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അവന്റെ ശ്രദ്ധ മുഴുവൻ തന്റെ ചേച്ചിയുടെ കല്യാണത്തിലായിരിക്കും. അത് കഴിഞ്ഞേ അവൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ടാകൂ. ദിയ പൊയ്ക്കോന്ന് പറയുകയാണ് ജഗൻ. സങ്കടപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് ദിയ. പുറത്തു വെച്ച് ബിനുവിനെ കാണുമ്പോൾ ബിനു പറയുകയാണ്, സദാനന്ദന്റെ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ചേച്ചി. അവനിനി എങ്ങനെ മരിക്കുമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. കൊല്ലാനും ഒന്നും പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറയുകയാണ് ദിയ. പറഞ്ഞു വിടുകയൊന്നും വേണ്ട. സമയമാകുമ്പോൾ അണ്ണൻ എഴുന്നേറ്റങ്ങ് പോകും. പിന്നെ അവന്റെ വീട്ടിൽ കയറി മകനെയും അച്ഛന്റെയും അവന്റെ അമ്മയുടെ മുൻപിലിട്ട് വെട്ടിക്കീറും. അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിന്റെ അണ്ണനെ അവരെന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിക്കുകയാണ് ദിയ.
ബിനു പറയുകയാണ്, അണ്ണൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ ദൂരം നടന്നു. പക്ഷെ തലയ്ക്കൊരു ഭാരമുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് കല്യാണത്തിന് സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് ബിനു. അണ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ആ കാർത്തിയും സദാനന്ദനും ആ പരിസരത്ത് പോലും വരില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് ബിനു. എന്തായാലും കല്യാണ സദ്യ കഴിക്കാൻ പോലും ഞാൻ ബിനുവിനെ വിളിക്കുന്നില്ല. ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ ഒരാൾ ഇവിടെ ആവശ്യമാണെന്നും പറയുകയാണ് ദിയ. ഞങ്ങളുടെ പ്രാർത്ഥന ചേച്ചിക്കുണ്ടാവും. ഞങ്ങളുടെ മാത്രമല്ല, ചേരിയിൽ ഒരുപാട് അമ്മമാരുണ്ട്, അണ്ണനെ സ്നേഹിക്കുന്ന അമ്മമാര്. അവരുടെയൊക്കെ പ്രാർത്ഥന നിങ്ങൾക്ക് പിന്നാലെയുണ്ട് എന്ന് പറയുകയാണ് ബിനു. പിന്നീട് റൂമിലേക്ക് ജഗന്റെ അടുത്തെത്തി ബിനു ചോദിക്കുകയാണ്, അണ്ണ എന്തായി? ഇപ്പോൾ കുറച്ചുകൂടി ആരോഗ്യമൊക്കെ വന്നോ? എന്താടാന്ന് ജഗൻ ചോദിക്കുമ്പോൾ ബിനു പറയുകയാണ്, അല്ല, കുറെ നാളുകൂടിയല്ലേ നിങ്ങൾ തമ്മിൽ കണ്ടത്. അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാകുമല്ലോ. നാളെയാണ് ദിയയുടെ ചേച്ചിയുടെ കല്യാണം. അത് മുടങ്ങുമോന്നാണ് എന്റെ പേടിയെന്ന് പറയുകയാണ് ജഗൻ. അത് മുടങ്ങാൻ പാടില്ല. ആദ്യം അവരുടെ കല്യാണം, അത് കഴിഞ്ഞു മതി അണ്ണന്റെയും ചേച്ചിയുടെയും കല്യാണം. ഇങ്ങനെ ബിനു പറയുമ്പോൾ ജഗൻ ദേഷ്യപ്പെടുകയാണ്, നീ ഒന്ന് എഴുന്നേറ്റ് പോയേ. ഈ ആശുപത്രിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, സദാനന്ദന്റെയും അവന്റെ മോന്റെയും ആൾക്കാര്. എന്നിട്ടും പേടി കൂടാതെ ചേച്ചി അണ്ണനെ കാണാൻ വന്നില്ലേ? അതുമാത്രമാണോ ഡോക്ടറോട് അണ്ണനെ രക്ഷിക്കണമെന്ന് കാല് പിടിച്ചു പറഞ്ഞതും ചേച്ചിയാണ്. ഇന്നത്തെ കാലത്തെ അധികം പെൺപിള്ളേരൊന്നും ഇത്രയ്ക്ക് ആത്മാർത്ഥതയൊന്നും കാണിക്കില്ല. ഇതൊക്കെ കേട്ട് ജഗൻ പറയുകയാണ്, നന്ദിയുള്ളവളാണ് ദിയ. എന്നാൽ ഞാൻ കാരണം അവൾക്കും അവളുടെ കുടുംബത്തിനും ആപത്തൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് കേട്ട് ജഗന്റെ നെഞ്ചിൽ ചെവി വെച്ച് നോക്കുകയാണ് ബിനു. ജഗൻ ചോദിക്കുകയാണ്, എടാ നീ എന്തായി കാണിക്കുന്നത്? അല്ല, അണ്ണന്റെ നെഞ്ചിടിപ്പ് കൂടുന്നുണ്ടോന്ന് നോക്കിയതാണ്. പ്രേമത്തിന്റെ താളമൊക്കെ ഉണ്ടണ്ണ ഇപ്പോഴത്തെ നെഞ്ചിടിപ്പിന് എന്നൊക്കെ പറഞ്ഞ് ജഗനെ കളിയാക്കിയാണ് ബിനു. ജഗൻ പറയുകയാണ്, നീ കൂടുതൽ നമ്പരൊന്നും ഇറക്കല്ലേ. നമ്പരൊന്നും അല്ലണ്ണ, അണ്ണന്റെ ചങ്ക് ഇപ്പോൾ ഇടിക്കുകയാണ്. അതിനേക്കാളും വേഗത്തിൽ ചേച്ചിയുടെ നെഞ്ചിപ്പോൾ തുടിക്കുന്നുണ്ടാകും. അണ്ണനെ കണ്ടിട്ട് വന്നപ്പോഴേ ആ മുഖത്തെ രക്തപ്രസാദം ഒന്ന് കാണേണ്ടതായിരുന്നു. ജഗന്റെ മുഖം ശ്രദ്ധിച്ച് ബിനു പറയുകയാണ്, അണ്ണന്റെ മുഖത്തുമുണ്ട് ചെറിയൊരു ചുമപ്പൊക്കെ. നീ പുറത്തെങ്ങാനും പോയിരിക്കുക എന്ന് പറഞ്ഞ് ബിനുവിനോട് ദേഷ്യം കാണിക്കുകയാണ് ജഗൻ. ഞാൻ പുറത്തെങ്ങാനും പോയിരുന്നോളാം. അണ്ണൻ ഇവിടെ കിടന്നേ, ഒന്ന് ആലോചിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. മനസ്സേ ഒന്ന് കുളിരട്ടെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ബിനു. നമ്മൾ കട്ടുറുമ്പാവുന്നില്ലേ എന്ന് പറഞ്ഞ് ചിരിച്ച് പുറത്തേക്ക് പോവുകയാണ് ബിനു. ബിനു പറഞ്ഞത് ഓർത്ത് ചിരിക്കുകയാണ് ജഗൻ. പിന്നീട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജയലാലിനെ ഫോൺ ചെയ്യുകയാണ് ദീപ. ഫോൺ വിളിച്ച് ദീപ ചോദിക്കുകയാണ്, എന്തെടുക്കുക? ഞാനേ ചില കസർത്തൊക്കെ ചെയ്തു നോക്കുകയാണ്. അന്നത്തെ ആ തല്ലിന് ശേഷം ചെറിയ വേദനയൊക്കെ ഉണ്ട് കൈയിനും കാലിനുമൊക്കെ. അതിനെപ്പറ്റി പറയാനാണ് ഞാൻ വിളിച്ചത്. വളരെ സൂക്ഷിക്കണം. ഈ കല്യാണം മുടക്കാൻ വേണ്ടി തക്കം പാർത്ത് നടക്കുകയാണ് സദാനന്ദനും അയാളുടെ മോനും. നമുക്കാകെ ഉണ്ടായിരുന്ന സഹായം ആ ജഗൻ ചേട്ടനായിരുന്നു. അപ്പോൾ അതും ഇല്ലാതായല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ദീപ. ജഗൻ അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് ദീപേ. സാഹചര്യം കൊണ്ട് അയാൾ ഒരു ഗുണ്ടയായി പോയെന്നേ ഉള്ളൂ. പക്ഷെ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് അയാൾ. നല്ലവർക്ക് വേണ്ടി നിൽക്കുന്നവനുമാണ്. അയാളുടെ നല്ലതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണ് ജയലാൽ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളും സൂക്ഷിച്ചേ പറ്റൂ എന്ന് പറയുകയാണ് ദീപ. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.